തൃശ്ശൂർ ഇങ്ങെടുക്കുക. പലപ്പോഴും സുരേഷ് ഗോപിയുടെ ഈ ഒരു വാചകം അദ്ദേഹത്തെ ട്രോളാൻ അദ്ദേഹത്തിന്റെ വിരുദ്ധരായ ആൾക്കാർ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ബി.ജെ.പി. പക്ഷത്തു നിന്ന് ചിന്തിക്കാത്ത രാഷ്ട്രീയം, ബി.ജെ.പിയുടെ രാഷ്ട്രീയമല്ലാത്തവർ, അത്തരം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തവർ പലപ്പോഴും തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ ആ വാചകം പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് തവണ ട്രോളിയിട്ടുണ്ട്. ആദ്യത്തെ തവണ വാചകം പറഞ്ഞുവെങ്കിലും തൃശ്ശൂരിനെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ രണ്ടാം തവണ താൻ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ശരിയാക്കുകയും അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ കണ്ണിലുണ്ണിയാവുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു വാചകം പറയുകയാണ്. സംസ്ഥാന അധ്യക്ഷനായി ബി.ജെ.പി. പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ വാചകം വന്നിരിക്കുന്നത്. അതായത് മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മുഴുവൻ ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ വാചകം. എന്തായാലും അത് ശരിയാക്കാവുന്ന തരത്തിൽ, അതിന് യോജിച്ച തരത്തിൽ അതിനെല്ലാം നേതൃത്വവും നൽകാനായി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി എത്തിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖറിന് ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്ന് താൻ കരുതുന്നില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മൾ ഇങ്ങ് എടുക്കാൻ പോവുകയാണ് എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ. അധ്യക്ഷ പദവി രാജീവിന് ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്ന് പലരും പറയുന്നു. പക്ഷെ താൻ അങ്ങനെ കരുതുന്നില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് അറിയുന്ന ഒരാൾക്കും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് അത് തനിക്ക് നന്നായി അറിയാം. വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണ് ഇത്. പല ഘട്ടങ്ങളിലും അത് നമ്മൾ കണ്ടതാണ് എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. ഈ അടുത്ത ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ബി.ജെ.പിയെ കുറിച്ചൊരു വിലയിരുത്തൽ നടന്നതായി കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചു. സൈദ്ധാന്തിക വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയപ്പാടോടെ അവർ വിലയിരുത്തൽ നടത്തി. രാജീവ് ചന്ദ്രശേഖരന് സുരേന്ദ്രൻ ബാറ്റൺ കൈമാറിയ നിമിഷം സൈദ്ധാന്തിക വിപ്ലവത്തിലേക്ക് വളർന്നു. ഇത് അവർ മനസ്സിലാക്കി പ്രതിപ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് വെല്ലുവിളിയുള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ പിന്തുണയും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ മുഖം മാറുകയാണ്. വളരെ ശക്തരായ, കരുത്തരായ, എന്താണ് ബി.ജെ.പി. രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കി, എന്താണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള, അത് രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കുന്ന വ്യക്തികളല്ല, വിവിധ മേഖലകളിൽ തങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ച വ്യക്തികളാണ് ഇപ്പോൾ ബി.ജെ.പി. രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളവരുടെ വരവോടുകൂടി മാത്രമേ കേരളത്തിലെ ബി.ജെ.പിക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനു മുൻപും ഉയർന്നിരുന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ബി.ജെ.പിയിലുള്ള നേതാക്കളെ നോക്കുമ്പോൾ അവർ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ സംഘടനാ മികവ് കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടുമൊക്കെ വളരെയധികം മിടുക്കരായ നേതാക്കന്മാരാണ് പലപ്പോഴും ഉള്ളത്. മോദി മന്ത്രിസഭയിൽ നോക്കിയാൽ തന്നെ കാണാം, എല്ലാം കരുത്തരായ വ്യക്തികളാണ്. വെറും രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങാതെ വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടേതായ മികവ് തെളിയിച്ചൊരു വ്യക്തികളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അതേ മികവുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയെങ്കിലും കേരളത്തിലുള്ള ബി.ജെ.പിയെ നല്ല രീതിയിൽ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തി രാജീവ് ചന്ദ്രശേഖരനുണ്ടാകും എന്നുള്ളത് കേന്ദ്രം ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടൊപ്പം അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള അതുപോലെ ഒട്ടനവധി നേതാക്കന്മാർ ബി.ജെ.പിയിലുണ്ട്. അവർ അദ്ദേഹത്തിന് കരുത്തായി, താങ്ങായി മുന്നോട്ട് നിൽക്കുക തന്നെ ചെയ്യും. എന്തായാലും ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഉണർവ് വെറും വാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്ന ഒരു മികവിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി. രാഷ്ട്രീയം, ബി.ജെ.പിയുടെ നേതൃത്വം, ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം കണ്ണു തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.